നിൻ്റെ മുൻപും പിൻപും അടഞ്ഞതുപോലെ നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്നിൻ്റെ അവസ്ഥയിൽ നിനക്ക് തോന്നുന്നുണ്ടോ? ഭാരപ്പെടേണ്ട. അതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അത്യത്ഭുതമായ ദൈവിക ജ്ഞാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് നീ പോലും അറിയാതെ നിൻ്റെ മുൻപിലുള്ള വാതിലുകൾ അടഞ്ഞതുപോലെ നിനക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ മുൻപും പിൻപും അടയപ്പെട്ട് ജീവിതത്തിനകത്തളത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ അത്യത്ഭുതമായ ജ്ഞാനമുണ്ട്. അതേ പ്രിയരെ, നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങൾക്ക് വേഗത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139 സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യം ഇങ്ങനെ വായിക്കുന്നു. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്, അത് എനിക്ക് ഗ്രഹിച്ചുകൂടാത്ത വണ്ണം ഉന്നതമാണ്. അതേ പ്രിയരെ, ഒരു നല്ലൊരു പ്രഭാതത്തിലേക്ക് ജീവിതം സ്റ്റെപ്പ് വച്ച് കയറുമ്പോൾ ഇതുവരെയും ഫേസ് ചെയ്യാത്ത, ഇതുവരെയും നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാത്ത ഏതെങ്കിലും ഞെരുക്കത്തിലൂടെ, ഏതെങ്കിലും വേദനാജനകമായ അവസ്ഥകളിലൂടെയാണോ ഈ പ്രഭാതത്തിൽ നീ നടന്നു നീങ്ങുന്നത്? ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, നീ എൻ്റെ മുൻപും പിൻപും അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. അവിടം കൊണ്ട് തീരുന്നില്ല, എങ്കിലും ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ പോലും ആഗ്രഹിക്കാത്ത ചില വേദനാജനകമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ പകൽക്കാലം ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോഴും ജീവിതത്തിൻ്റെ എവിടെയൊക്കെ പ്രതീക്ഷിച്ച വാതിലുകൾ പോലും ദൈവദാസനെ ആ വാതിൽ എനിക്ക് തുറന്നു കിട്ടും, ആ അഡ്മിഷൻ എനിക്ക് ലഭിക്കും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അത് കരുതും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം അത് ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ച ഏതൊക്കെ വാതിലുകൾ അടഞ്ഞുപോയ വ്യക്തികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ സന്ദേശം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ഇന്നലകളിൽ അടയപ്പെട്ട വാതിലുകൾ ഒത്തിരി കണ്ടേക്കാം. ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ അടഞ്ഞുപോയ ഒത്തിരി വഴികൾ കണ്ടേക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ മുൻപിൽ ചെങ്കടൽ വെളിപ്പെട്ടതുപോലെ, പിൻപിൽ ഫറവോനും സൈന്യവും വെളിപ്പെട്ടതുപോലെ, മുൻപും പിൻപും അടയപ്പെട്ട ജീവിതത്തിൻ്റെ മേഖലകൾ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഇന്നലകളുടെ ജീവിതത്തിനകത്ത് എന്നെങ്കിലും ഒരു മനുഷ്യൻ്റെ ഈ ലോക ആയുസ്സിൽ, ഈ ലോകത്തിലെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അനുഭവിച്ചിരിക്കണം. അങ്ങനെയുള്ള ഏതെങ്കിലും ജീവിതത്തിൻ്റെ മേഖലകൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? നിങ്ങളോട് പറയാൻ എനിക്കൊരു സന്ദേശമുണ്ട്. നിൻ്റെ മുൻപും പിൻപും നീ അടഞ്ഞു എന്ന് പറയുമ്പോഴും അതിൻ്റെ പിൻപിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ പരിജ്ഞാനമുണ്ട്. അത് നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തവണ്ണം അത്യത്ഭുതമായതാണ്. നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തവണ്ണം, നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം അത്യത്ഭുതമായ ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. പ്രിയരെ, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്, നമ്മളെല്ലാവരും സാധാരണ മനുഷ്യനാണ്. ഇന്നിൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് മറുകരയിൽ നിന്ന് ഓടി അപ്പുറത്തെത്തിക്കണമെന്ന്, അല്ലെങ്കിൽ ഇന്നിൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കണമെന്ന് കൊതിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ എൻ്റെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ നിൻ്റെ ഇന്നിൻ്റെ ജീവിതത്തെ മാത്രമല്ല, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നാളുകളിൽ ഒരുക്കിയിരിക്കുന്ന ചില ശ്രേഷ്ഠമായ വഴികളെ, വാതിലുകളെ, അവിടേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവത്തിന് ആഴമേറിയ പദ്ധതികൾ, ആഴമേറിയ പ്ലാനുകൾ, ആഴമേറിയ പർപ്പസുകൾ എൻ്റെ ദൈവം
ദൈവത്തിന് നിന്നെക്കുറിച്ചുണ്ട്. നമ്മൾ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് വെളിപ്പെട്ട ഭാരത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ട് ആകുലപ്പെട്ട് ജീവിതം തള്ളി നീക്കാൻ കൊതിക്കുന്നവരാണ്. പലപ്പോഴും പറയുന്നവർ കേട്ടിട്ടുണ്ട്, ദൈവദാസനെ ഒന്ന് മരിച്ചാൽ മതി എന്ന്. എലിഹാവ് പറഞ്ഞതുപോലെ, മതി യഹോവേ മതി, എൻ്റെ പ്രാണനെ ഒന്ന് എടുത്താൽ മതി എന്ന് ഇന്നിൻ്റെ ജീവിതത്തെ നോക്കി പറയുന്ന ഒട്ടനവധി അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടേക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് കൈമാറുക, കുഞ്ഞെ നീ ഭാരപ്പെടേണ്ട. നിൻ്റെ മുൻപും പിൻപും അടയപ്പെട്ടിട്ടുണ്ടോ? ശത്രു അല്ലട അടച്ചത്, അതെൻ്റെ കരമാണ് അടച്ചതെങ്കിൽ എൻ്റെ കരം നിൻ്റെ മേൽ ഞാൻ വച്ചിട്ടുണ്ട്. അത് നിനക്ക് ഭാരമായി തോന്നിയാലും അതിൻ്റെ പിന്നിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ ആഴമേറിയൊരു പരിജ്ഞാനമുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഇന്നിൻ്റെ വേദനകൾ നാളത്തെ സാക്ഷ്യങ്ങളായി മാറും. ഇന്നത്തെ പരിശോധനകൾ നാളത്തെ സാക്ഷ്യങ്ങളായി മാറും. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ടെസ്റ്റ് നാളത്തെ ടെസ്റ്റ് മണിയായി മാറും. വിശ്വസിക്കുക പ്രിയരെ, നിൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം മുൻപും പിൻപും അടയിച്ചിട്ടുണ്ടെങ്കിൽ, അടയത്തക്ക നിലവാരത്തിൽ നിൻ്റെ ജീവിതത്തിനകത്ത് വേദന വന്നിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലിൻ്റെ മുൻപിൽ ചെങ്കടലും പിൻപിൽ ഫറവോനും സൈന്യം വെളിപ്പെട്ടതുപോലെ ഒരു വഴിയും നിനക്ക് കാണാൻ കഴിയാതെ എല്ലാ വഴിയും അടയപ്പെട്ട് ആരോഗ്യ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്നേഹിത, കൂടപ്പിറപ്പെ, സഹോദരിയെ, സഹോദരനെ, പ്രിയ കുഞ്ഞെ, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ആഴമായൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഒരു പർപ്പസ് നിന്നെക്കുറിച്ചുണ്ട്. നിൻ്റെ അമ്മ കണ്ടിട്ടില്ലാത്തത്, നിൻ്റെ അപ്പൻ കണ്ടിട്ടില്ലാത്തത്, ഉലകത്തിലാരും കണ്ടിട്ടില്ലാത്തത് ആഴമേറിയൊരു പദ്ധതി നിൻ്റെ കൂടാരത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിനുണ്ട്. അവൻ്റെ പരിജ്ഞാനം അത്യത്ഭുതമാണ്. പ്രിയരെ, ഇന്നിൻ്റെ ജീവിതത്തെ ഓർത്ത് പഴിച്ചു ജീവിക്കരുതേ. ഇന്നിൻ്റെ അവസ്ഥകളെ ഓർത്ത് വേദനപ്പെട്ട് കർത്താവെ മതി എന്ന് പറഞ്ഞ് ജീവിക്കരുതേ. അതിൻ്റെ പിന്നിലും ചലിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പരിജ്ഞാനമുണ്ട്. നമ്മുടെ ഈ പൊട്ട ബുദ്ധിക്കകത്ത് തെളിയാത്ത, നമ്മുടെ തെളിഞ്ഞു വരാത്ത, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനില്ലെന്ന് നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക്, പലപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞ വിഷയങ്ങൾക്ക് അതിൻ്റെ പിൻപിലും ദൈവത്തിൻ്റെ പരിജ്ഞാനമുണ്ടെന്ന്. ചില വാതിലുകൾ അടഞ്ഞത് നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചലിക്കാഞ്ഞിട്ടല്ല. ചില വാതിലുകൾ അടഞ്ഞത്, നിൻ്റെ മുൻപും പിൻപും അടഞ്ഞത്, അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ പരിജ്ഞാനമുണ്ട്. ദൈവം അത്യത്ഭുതമായി നിനക്ക് വേണ്ടി ഒരുക്കുന്ന ചില വഴികൾ അതിൻ്റെ പിന്നിലുണ്ട്. വിശ്വസിക്കുക, ഈ പ്രഭാതത്തിൽ അത്യത്ഭുതം വഴികൾ നിൻ്റെ ജീവിതത്തിനകത്ത് തുറന്നു വരും. നിൻ്റെ കുടുംബത്തിനകത്ത് തുറന്നു വരും. നിൻ്റെ തലമുറയ്ക്കകത്ത് തുറന്നു വരും. നിൻ്റെ സഭയ്ക്കകത്ത് തുറന്നു വരും. നിൻ്റെ ശുശ്രൂഷ മേഖലകൾക്കകത്ത് ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. വിശ്വസിക്കുക പ്രിയരെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില ദൈവത്തിൻ്റെ ആഴമേറിയ പദ്ധതിയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവേ നീ എൻ്റെ മുൻപും പിൻപും അടച്ചു, നിൻ്റെ കരം എൻ്റെ മേൽ വച്ചിരിക്കുകയാണ്. എങ്കിലും ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. മുൻപും പിൻപും അടയപ്പെട്ട് ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒരു പ്രതീക്ഷയില്ലാതെ എക്സാം ജയിക്കുമോ എന്നറിയത്തില്ല, എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുമോ എന്നറിയത്തില്ല, എനിക്ക് വേണ്ടി ആര് സഹായിക്കുമെന്നറിയത്തില്ല, എനിക്ക് വേണ്ടി നാളുകളിലൊരു നന്മ വെളിപ്പെടുമോ ഒന്നും അറിയത്തില്ല. പക്ഷേ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ ആഴമേറിയ പദ്ധതികൾ ജീവിതത്തിനകത്ത് കാണാൻ കൊതിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം വഴി തുറക്കാൻ ശക്തനാണ്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതേ പ്രിയരെ, സങ്കീർത്തനക്കാരനായ ദാവീദ് അങ്ങനെ പറയുന്നുണ്ട്, ദൈവം ശക്തമായി ഉപയോഗിച്ച പലരുടെയും വഴി ഇന്നലകളിൽ അടഞ്ഞതായിരുന്നു. അവിടെ മുൻപും പിൻപും അടച്ചാണ് ദൈവം വേറൊരു റൂട്ടിലേക്ക് വഴി തിരിച്ചു വിട്ടത്. അവരുടെ ജീവിതത്തിനകത്ത് വലിയ ടേണിംഗ് പോയിന്റുകളാക്കി അവരുടെ ജീവിതത്തെ മാറ്റിയത്. അതുപോലെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ദൂത് കൈമാറുക. ചില ടേണിംഗ് പോയിന്റുകൾ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാം. നീ ചിന്തിക്കും ഇത് നിൻ്റെ തകർച്ചയുടെ ഇടമാണെന്ന്. നീ ചിന്തിക്കും നിൻ്റെ മുൻപും പിൻപും അടഞ്ഞു പോയല്ലോ എന്ന്. പക്ഷേ ആ മുൻപും പിൻപും അടഞ്ഞ വാതിലുകൾക്കകത്ത് എൻ്റെ ദൈവം അസാധാരണമായ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലുള്ള ചില റൂട്ടുകൾ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്ക്, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വെട്ടും. അത്തരത്തിലൊരു ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അതേ പ്രിയരെ,
നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവത്തിൻ്റെ വഴി, നമ്മൾ നിരൂപിക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ദൈവത്തിൻ്റെ വഴി. പ്രിയരെ, ശമനതരഘടകം തേരകൽക്കവ. ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചത് ഇങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ വിശ്വസിക്കുന്നത് ലഭിക്കുന്നതല്ല വിശ്വാസം, ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് നമ്മിൽ വെളിപ്പെടും എന്നതാണ് വിശ്വാസം. പ്രിയരെ, അതുപോലെയാണ് ദൈവം നമുക്ക് വേണ്ടി എന്താണോ കരുതുന്നത് അത് നമ്മിൽ വെളിപ്പെടുന്നതാകണം നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യാശ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം, അടിസ്ഥാനം അതായി മാറണം. കാരണം എന്തെന്നറിയാമോ? ദൈവം വച്ചിരിക്കുന്നത് വലിയവയാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ പരിമിതികൾക്കകത്തു നിന്നാണ്. പക്ഷേ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് അസാധാരണമായവയാണ്. ഈ പകൽക്കാലം മുൻപും പിൻപും അടഞ്ഞുപോയ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് വായ് തുറന്ന് കർത്താവിനോട് പറയുന്ന, കർത്താവ്, ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മുൻപും പിൻപും അടച്ചതിന് പിന്നിൽ അങ്ങയ്ക്കൊരു പരിജ്ഞാനമുണ്ട്. ഞാൻ കാണാത്ത ചില വഴികൾ അങ്ങ് കണ്ടിട്ടുണ്ട്, കാണാത്ത ചില പദ്ധതികൾ അങ്ങ് എന്നെക്കുറിച്ച് അങ്ങ് കണ്ടിട്ടുണ്ട്. അത് അത്യത്ഭുതമായതാണ്, അത്ഭുതമല്ല, അത്യത്ഭുതമായ വഴികൾ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ വായി തുറന്നത് ആ വാക്കുകൾ പറയണം, അത്യത്ഭുതമായ വഴികൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരും. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇടണം, ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയണം, കർത്താവേ, അത്യത്ഭുതമായ വഴി എനിക്ക് ഈ പകൽക്കാലം ദൈവം തുറന്നു തരും. അതേ പ്രിയരെ, മുൻപും പിൻപും അടയപ്പെട്ട ഒത്തിരി പേരുടെ ചരിത്രം നമ്മുടെ ഈ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറാം. പ്രിയരെ, വചനം പറയുന്നു, യോസേഫ് എന്ന് പറയുന്ന 17 വയസ്സുകാരൻ അവൻ കണ്ട ദൈവിക സ്വപ്നം മുഖാന്തരം, അവൻ്റെ സ്വപ്നമല്ല, സ്വർഗത്തിൻ്റെ സ്വപ്നം മുഖാന്തരം അവൻ പൊട്ടക്കിണറിൽ വീണു. പൊട്ടക്കിണറിൽ വീണു. സഹോദരങ്ങളാൽ പൊട്ടക്കിണറിലിട്ടു, അടിമച്ചന്തയിൽ നിർത്തി. 20 വെള്ളിക്കാശ് സഹോദരങ്ങൾ എണ്ണി വാങ്ങുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അവൻ്റെ മുമ്പിൽ നോക്കിയേ, അപ്പനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. സ്വന്തം സഹോദരങ്ങൾ അവൻ്റെ മുൻപിൽ മരണം കൊണ്ട് വിതയ്ക്കുകയാണ്, ഒരടിമച്ചന്തയിൽ കൊണ്ട് നിർത്തുകയാണ്. ആർക്കാ സഹിക്കാൻ കഴിയുന്നത്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യോസേഫിൻ്റെ മുൻപും പിൻപും ദൈവവും അടച്ചു. വീട്ടിലായിരുന്നെങ്കിൽ അപ്പൻ്റെ നിലയങ്കി ഉണ്ടായിരുന്നു, വീട്ടിലായിരുന്നെങ്കിൽ അപ്പം കൊടുത്ത അങ്കിയുമായിട്ട് അപ്പൻ നൽകുന്ന ആഹാരവും കടിച്ചു. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, യാക്കോബോ തൻ്റെ സഹോദരങ്ങളിൽ തൻ്റെ മക്കളിൽ വെച്ച് യോസേഫിനെയും ബെന്യാമിനെയും അധികമായി സ്നേഹിച്ചു. എന്തുകൊണ്ട് സ്നേഹിച്ചു? അവൻ ആഗ്രഹിച്ച് അവൻ്റെ വാർദ്ധക്യത്തിലെ സന്തതികളായതുകൊണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ സ്നേഹം ആഴമായി അനുഭവിച്ച ഒരു മകൻ, അവനൊന്നിനും കുറവില്ലാത്തൊരു വീട്, എല്ലാം നൽകുന്നൊരപ്പൻ, സഹോദരങ്ങളെക്കാൾ അവനെ സ്നേഹിക്കുന്നൊരപ്പൻ. അതുകൊണ്ടൊരു നിലയങ്കി വരെ ദൈവം അപ്പൻ യാക്കോബ് തൻ്റെ മകന് കൊടുത്തു. പക്ഷേ ദൈവം ചെയ്ത് കേൾക്കണമോ? യാക്കോബിൽ നിന്ന് ദൈവം അടർത്തിയെടുക്കാൻ വേണ്ടി, യോസേഫിനെ ദൈവം അടർത്തിയെടുക്കാൻ വേണ്ടി തൻ്റെ സഹോദരന്മാരെ യോസേഫിനെതിരെ തിരിച്ചു. അവർ യോസേഫിനെ മിദ്യാനെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. ആർക്കാ സഹിക്കാൻ കഴിയുന്ന പ്രിയരെ? നമ്മളെല്ലാവരും പറയാറുണ്ട്, കർത്താവേ, മുൻപും പിൻപും അടഞ്ഞല്ലോ. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ യോസേഫിനെ പോലൊരു വേദന ആർക്കാ വന്ന്? നമ്മൾ പലർക്കും വന്നിട്ടില്ല. ചിലവരൊക്കെ അങ്ങനെ അനുഭവിച്ച, ജീവിതത്തിനകത്ത് അനുഭവിച്ചവർ കണ്ടേക്കാം. പക്ഷേ പ്രിയരെ, യോസേഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുൻപും പിൻപും അടയപ്പെട്ട അവസ്ഥയാണ്. പക്ഷേ യോസേഫ് അങ്ങനെ നിന്നപ്പോഴും ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനറിയാം ദൈവത്തിൻ്റെ പരിജ്ഞാനം അത്യത്ഭുതമാണ്. ഞാൻ കാണാത്തതെന്തോ ദൈവത്തെ എന്നെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. മിദ്യാനെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പോത്തീഫർ അവനെ വിലയ്ക്ക് വാങ്ങുമ്പോൾ പോത്തീഫറിൻ്റെ ഭവനത്തിനകത്ത് ഗൃഹവിചാരകനാക്കി എൻ്റെ ദൈവം മാനിച്ചു. വചനം ഇങ്ങനെ പറയുന്നു, യോസേഫ് പോയിടത്തെല്ലാം ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെയെല്ലാം യോസേഫ് അവർക്കൊരു അനുഗ്രഹമായി മാറി. യോസേഫ് മുഖാന്തരം അവരനുഗ്രഹിക്കപ്പെട്ടു. എന്തുകൊണ്ട്? യോസേഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട്. പ്രിയരെ, പോത്തീഫറിൻ്റെ വീട്ടിലകത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സേഫ് സോണാണ്. എല്ലാം സേഫാണ്. നിങ്ങളിന്ന് പറയുന്നത് പോലെ, കർത്താവിൻ്റെ ദാസനെ, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു, നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നു, നന്നായി എൻ്റെ വിദ്യാഭ്യാസം പോയതാ, നന്നായി എൻ്റെ കുടുംബജീവിതം പോയതാ, നന്നായി എൻ്റെ ബിസിനസ് പോയതാ, നന്നായി എൻ്റെ തലമുറയുടെ ഭാവി പോയതാ, നന്നായി എൻ്റെ ജീവിതമൊക്കെ മുന്നോട്ട് പോയതാ. അതേ പ്രിയരെ, ജീവിതം യോസേഫിൻ്റെ ജീവിതം പോത്തിഫറിൻ്റെ ഭവനത്തിനകത്ത് ശ്രേഷ്ഠമായിരുന്നു. അവനൊരു ഗൃഹവിചാരകനായിരുന്നു. വചനം പറയുന്നു, പോത്തിഫറിൻ്റെ ഭാര്യ ഒഴികെ സകലത്തിന് അവനൊരു ഗൃഹവിചാരകനായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലതും യോസേഫിൻ്റെ കയ്യിൽ പോത്തിഫർ കൊടുത്തു. കാരണം എന്ത്? അവൻ മുഖാന്തരം പോത്തിഫർ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ്റെ ദൈവം, യോസേഫിൻ്റെ ദൈവം പോത്തിഫറിനെയും അവൻ്റെ സകലത്തെയും അനുഗ്രഹിച്ചു. വചനം പറയുന്നു, ആ സേഫ് സോണിനകത്ത് യോസേഫ് പോകുകയാണ്. യോസേഫ് നോക്കിയപ്പോൾ
പോത്തിഫറിൻ്റെ ഭവനത്തിനകത്ത് ജോലി ചെയ്യുന്നവരെല്ലാം അവൻ്റെ അടുക്കൽ വരുന്നുണ്ട്, ശമ്പളം വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹവിചാരകനായിട്ട്, ഒരു കാര്യസ്ഥനായിട്ടൊക്കെ അവനെ ദൈവം മാനിച്ചു. അവൻ ചിന്തിച്ചു, 17-ാമത്തെ വയസ്സിൽ ദൈവം എന്നെ കാണിച്ചത് ഇത്തരത്തിലുള്ളൊരു സ്വപ്നമാണോ? ഇവരെല്ലാം വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നല്ലോ, എൻ്റെ വാക്കനുസരിക്കുന്നല്ലോ. ആ ഒരു ദർശനമാണോ ദൈവം എന്നെ കാണിച്ചത്? അയ്യോ, ഇതെല്ലാം ദൈവം, നമ്മൾ പറയുമ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തി, ഇതാണ് ദൈവം എന്നെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചതെന്നൊക്കെ കരുതി യോസേഫ് നിൽക്കുന്ന സമയത്ത് വചനം ഇങ്ങനെ പറയുന്നു, പ്രിയരെ, യോസേഫ് അവിടെ സേഫ് സോണെന്നാണെന്ന് ചിന്തിച്ചപ്പോൾ വചനം ഇങ്ങനെയാണ് പറയുന്നത്, യോസേഫിൻ്റെ ഭാര്യയെ ദൈവം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ദൈവം പോത്തിഫറിൻ്റെ ഭാര്യയെ ദൈവം യോസേഫിനെതിരെ തിരിച്ചു. അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ പഴിചാരി. എവിടെയാ? സേഫ് സോണിൽ. പിന്നെയും പഴയതുപോലൊരു കാലം, മുൻപും പിൻപും അടയ്ക്കുകയാണ്. അവൻ്റെ ദൈവത്തിൻ്റെ കരം യോസേഫിൻ്റെ മേൽ ഭാരമാകുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ചങ്ങല വെച്ച്, ചെയ്യാത്ത കുറ്റത്തിന് കൈകാലുകൾ ചങ്ങലയിലിട്ട് വിവസ്ത്രനായി എങ്ങനെയാണോ ഒരു കുറ്റവാളിയർ തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത്, അതുപോലെ തെരുവിലൂടെ വിചാരണ ചെയ്ത് നടത്തിക്കൊണ്ടു പോകുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിക്കപ്പെട്ട് ജയിലറയ്ക്കകത്ത് നീണ്ട 7 വർഷം കിടക്കുമ്പോൾ ആ ഭക്തന് പറയാൻ കഴിയും, കർത്താവേ, നീ എൻ്റെ മുൻപും പിൻപും അടച്ചല്ലോ, എങ്കിലും എനിക്കൊരു ഉറപ്പുണ്ട്, ഇതിൻ്റെ പിന്നിലും അങ്ങയുടെ പരിജ്ഞാനമുണ്ട്. പ്രിയരെ, ചെയ്യാത്ത തെറ്റിന്, നിൻ്റെ സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കാത്ത കുറ്റം നിന്നിൽ ചുമത്തി, നീ പോലും പ്രതീക്ഷിക്കാത്ത ചില പരാജയങ്ങൾ നിൻ്റെ മുമ്പിൽ വന്നു, എത്ര തുഴഞ്ഞിട്ടും കരകയറാൻ കഴിയാത്ത ചില വിഷയങ്ങൾ. ആരെനിക്ക് വേണ്ടി സഹായിക്കും? ആരെനിക്ക് വേണ്ടി സംസാരിക്കും? ഇനി എനിക്കൊരു ജീവിതമുണ്ടോ ദൈവദാസനെ എന്ന് പോലും ചിന്തിക്കത്തക്ക നിലവാരത്തിൽ ഇന്നലകളുടെ ജീവിതത്തിനകത്ത്, ഇന്നിൻ്റെ അവസ്ഥകൾക്കകത്ത് വെളിപ്പെട്ട ഏതൊക്കെ തകർച്ചകൾ മുഖാന്തരം മുൻപും പിൻപും അടയപ്പെട്ട വ്യക്തിയാണോ താങ്കൾ? ഇന്ന് പകൽക്കാലം ദൈവത്തിനൊരു ദൂതുണ്ട്. അതിൻ്റെ പിന്നിലും കുഞ്ഞെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പരിജ്ഞാനമുണ്ട്. എൻ്റെ ജ്ഞാനം നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ഞാൻ നിന്നെക്കുറിച്ച് കണ്ട പരിജ്ഞാനം നിനക്കളക്കാൻ കഴിയുന്നതല്ല. അത് അത്യത്ഭുതമായതാണ്. വചനം പറയുന്നു, കാരാഗ്രഹത്തിനകത്ത് മുൻപും പിൻപും അടച്ച് ദൈവത്തിൻ്റെ കരഭാരമായതുപോലെ ഉള്ള 7 വർഷത്തെ ജീവിതം ആർക്കാ സഹിക്കാൻ കഴിയുന്നത്? പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം, മുൻപും പിൻപും എൻ്റെ ദൈവം അടച്ചിട്ടുണ്ടോ? നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത് അത്യത്ഭുതമായത് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതമായത് നിൻ്റെ കൂടാരത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. വചനം പറയുന്നു, പ്രിയരെ, എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ ദൈവം യോസേഫിൻ്റെ മുൻപും പിൻപും അടച്ചത് കാരണം എന്തെന്നറിയാമോ? പോത്തിഫറിൻ്റെ വീട്ടിനകത്ത് ഒതുങ്ങേണ്ടവനല്ല എൻ്റെ ദൈവം അവന് വേണ്ടി ഒരുക്കിയ അത്യത്ഭുതമായ വഴി മിസ്രൈമിൻ്റെ ഭരണചക്രമാണ്. ഇന്ന് പകൽക്കാലം നിൻ്റെ ജീവിതത്തിനകത്ത് ചില വഴികൾ അടഞ്ഞത്, ചില ബന്ധങ്ങൾ വെട്ടിമാറ്റിയത്, ചില തകർച്ചകൾ നിൻ്റെ ജീവിതത്തിനകത്ത് വന്നത്, നീ എവിടെയൊക്കെ സേഫ് സോണിനകത്ത് ഏതോ വ്യക്തികളെ ആശ്രയിച്ച്, ഏതോ കുടുംബത്തെ ആശ്രയിച്ച്, ഏതോ ജോലിയെ ആശ്രയിച്ച്, ഏതോ രാജ്യത്തെ ആശ്രയിച്ച് നീ സ്വയാശ്രയത്തിനകത്ത് ഒഴുങ്ങി നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വച്ച അത്യത്ഭുതമായ വഴികളെ ചുരുക്കി കാണിച്ച് എവിടെയൊക്കെ ഒതുങ്ങിപ്പോകാൻ നീ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ ദൈവം നിൻ്റെ മുൻപും പിൻപും അടച്ചത്. ഇന്ന് പകൽക്കാലം മുൻപും പിൻപും അടഞ്ഞിട്ടുണ്ടോ? അത് തകരാനല്ല, അത്യത്ഭുതമായ വഴികൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാനാണ്. വിശ്വസിക്ക്, ഈ പകൽക്കാലം നിൻ്റെ ജീവിതത്തിനകത്ത് അതുപോലെ വെളിപ്പെടും. പ്രിയരെ, എൻ്റെ ദൈവം ഒരിക്കലും യോസേഫിനെ പോത്തിഫറിൻ്റെ ഒരു വേലക്കാരനായിട്ട് ഒരു വേലക്കാരനായിട്ട് കാണാനല്ല എൻ്റെ ദൈവം ആഗ്രഹിച്ചത്. മറിച്ച് പ്രത്യുത വചനം പറയുന്നു, യോസേഫിൻ്റെ മുൻപിൽ പോത്തിഫർ പോലും മുട്ടുകുത്തുന്ന ഒരു സീസണെ എൻ്റെ ദൈവം അവന് വേണ്ടി തുറന്നു കൊടുക്കാൻ ആഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം നീ കംഫോർട്ടൊന്ന് ചിന്തിച്ചത്, നീ സേഫ് സോണെന്ന് ചിന്തിച്ചത്, ചിലത് പൊളിച്ചെൻ്റെ ദൈവം പുറത്തു കൊണ്ടുവന്നത് എന്തിനെന്നറിയാമോ?
നീ പോലും അറിയാതെ ചില ശ്രേഷ്ഠമായി നിന്നെ വെളിപ്പെടാനാണ്. വിശ്വസിക്ക്. സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ, നീ എൻ്റെ മുൻപും പിൻപും അടച്ചു, എങ്കിലും ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. ആമേൻ. വിശ്വസിക്ക് പ്രിയരെ. ഇന്ന് പകൽക്കാലം അടഞ്ഞുപോയ വാതിലുകളെ ഓർത്ത് സങ്കടപ്പെടാതെ അതിൻ്റെ പിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ ഓർത്ത് ഈ പകൽക്കാലം സന്തോഷിക്ക്. നിന്നെ എത്തിക്കേണ്ടടുത്ത് എൻ്റെ ദൈവം എൻ്റെ എത്തിക്ക്, നിന്നെ നിർത്തേണ്ടടുത്ത് ദൈവം നിർത്ത്, നിന്നെ മാനിക്കേണ്ട വണ്ണം എൻ്റെ ദൈവം മാനിക്കാൻ ശക്തനാണ്. ഈ പ്രഭാതത്തിൽ ചിലരുടെ കണ്ണുനീരിനെ എൻ്റെ ദൈവം തുടയ്ക്കും. ആരൊക്കെ വേദനിച്ച് ഏതൊക്കെ റൂമിനകത്ത് ഒതുങ്ങുന്നുണ്ട്, ഏതൊക്കെ മേഖലകൾക്കകത്ത് കണ്ണുനീരോടെ കരയുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, സ്നേഹിത, കൂടപ്പുറപ്പേ, നിൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം ഈ പ്രഭാതത്തിൽ വഴി തുറക്കാൻ ശക്തനാണ്. നീ പോലും അറിയാത്ത ചില വഴികളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ ശക്തനാണ്. ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അസാധാരണമായ കൃപ നിൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം ഈ പകൽക്കാലം ചെയ്യട്ടെ. റാമാനാധുരി ഖമനതരഘടക യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ റാമനധുരി ഖമന ജഗന്ധരാറികൾ കമ അർത്ഥരാരകം ശകേരതലഘടകം ധേരകൾക്കം. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ഈ പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അസാധാരണമായ ദൈവത്തിൻ്റെ പരിജ്ഞാനം വെളിപ്പെടും, അത്യത്ഭുതമായ ദൈവിക പദ്ധതികൾ വെളിപ്പെടും. സ്വർഗീയ മല്ല കർത്താവ്, ഈ നിമിഷം ഈ ജനത്തിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ഫേവർ അവരുടെ മേൽ വെളിപ്പെടട്ടെ. ഇതുവരെ കാണാത്ത ദൈവിക പരിജ്ഞാനം അവരിൽ വെളിപ്പെടട്ടെ. ദൈവിക പരിജ്ഞാനത്തിനകത്ത് ദൈവം മറച്ചിരിക്കുന്ന അസാധാരണമായ വഴികൾ, അസാധാരണമായ വാതിലുകൾ ഈ നിമിഷം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. അടഞ്ഞുപോയ വഴികളെ, വാതിലുകളെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുക. ഈ നിമിഷം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കണമേ. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ. സ്വർഗമേ, നീ അങ്ങനെ ചെയ്യും. ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രിയരെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. എൻ്റെ ദൈവം നിൻ്റെ മുൻപും പിൻപും അടച്ചത് അസാധാരണമായ ചിലത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത് കൊണ്ടാണ്. ഭാരപ്പെടേണ്ട, വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം നിൻ്റെ ജീവിതത്തിനകത്ത് അത്യത്ഭുതമായ വഴികളെ എൻ്റെ ദൈവം തുറന്നു തരും. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവദാസൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഏത് വിഷയത്തിനും ദൈവം മറുപടി തരാൻ ശക്തനാണ്. അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങളെ വിളിച്ചറിയിക്കുന്നുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ കടന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവം ഒരു സാക്ഷ്യം വെളിപ്പെടുത്തും. വിശ്വസിക്കുക. ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ. ലെറ്റ് us സ്റ്റാർട്ട് അവർ ജേർണി വിത്ത് ഹോളി സ്പിരിറ്റ്. ദൈവത്തോട് കൂടെ ഒരു യാത്ര തിരിക്കാമോ? ഈ പകൽക്കാലം ദൈവം നിങ്ങളെ വഴി നടത്തും. എല്ലാ പ്രഭാതത്തിലും ഇതുപോലൊരു സന്ദേശം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.